ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പരസ്യ ജീവിതം ശിഷ്യന്മാരോടൊത്തുള്ള ജീവിതമായിരുന്നു. ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഒരു ദിവസം മലമുകളിലെ വിശ്രമത്തിന് ശേഷം വരുമ്പോഴാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ കാണുന്നത്. ലേവിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിളിച്ചു. ചുങ്കം പിരിവുകാരൻ, അതായത് ഗവൺമെൻറ് സർവൻ്റാണ്, നികുതി പിരിക്കലാണ് ജോലി. പക്ഷെ ഈ കൂട്ടരെ ജനത്തിന് വളരെ വെറുപ്പായിരുന്നു, അറപ്പായിരുന്നു, ദേഷ്യമായിരുന്നു, കണ്ടുകൂടാ. കാരണം ഇവർ ജനത്തെ വിരട്ടിയാണ് പൈസ വാങ്ങിക്കുന്നത്. സർക്കാരിലേക്ക് കൊടുക്കേണ്ട തുക മാത്രമല്ല, അതിൻ്റെ ഇരട്ടിയും അതിലധികവും അവർ പിരിക്കും. അവരോടൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ പരാതിയും കേസും കോടതിയും ഒക്കെയായി ഇവരെ വല്ലാതെ അങ്ങോട്ട് ഹരാസ് ചെയ്യും. അതുകൊണ്ട് ആരും ഒരു പരാതിയും പറയത്തില്ല, ചോദിക്കുന്നത് കൊടുത്ത് ഒഴിഞ്ഞു മാറും. ഇവരെ ജനം മോശക്കാരെന്നാണ് മുദ്രകുത്തിയിരുന്നത്. ഇവർ കോടതിയിലൊരു സാക്ഷി പറയാൻ ചെന്ന കോടതി അത് അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. ചുങ്കക്കാരിൽ നിന്നൊരാൾക്ക് ജഡ്ജിയാവാൻ സാധ്യമല്ലത്രേ. കാരണം അവർ അനീതി ശീലിച്ചവരാണ്. അതുകൊണ്ട് അവരെ ജഡ്ജിയാവാൻ അനുവദിക്കില്ല. ലേവിയെ വിളിച്ചു. ലേവി എഴുന്നേറ്റ് ഒരൊറ്റ വരവായിരുന്നു ഈശ്വരൻ്റെ അടുത്തേക്ക്. എന്തോ ഒരു സ്വിച്ച് ഇട്ട പോലെ ഒരു പ്രവർത്തനമായിരുന്നു. അതുവരെ എടുത്ത കളക്ഷൻ അതെന്ത് ചെയ്യണം, പണപ്പെട്ടി അടച്ചോ തുറന്നിരിക്കുന്നോ, ഇനി ചെയ്യുന്ന ജോലി തുടർന്ന് ആര് ചെയ്യും, ഞാൻ കളക്ട് ചെയ്ത പൈസ ഗവൺമെൻറ്റിലേക്ക് ആരടയ്ക്കും, ഇങ്ങനെയുള്ള ഒരു വീണ്ടും വിചാരവും ഇല്ല. വിളി കേൾക്കുന്നു, ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ ഒറ്റ വിളിക്ക് ഉത്തരം നൽകി ഇറങ്ങിപ്പോന്നവനാണ് ഈശോയുടെ പ്രധാന ശിഷ്യനായ ലേവി. ആമേൻ.